ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൊഡ്യൂൾ 1 ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അതിലെ ആദ്യത്തേത് ഇൻ്റർനെറ്റാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് നമ്മൾ ഇൻ്റർനെറ്റിൽ വളരെയധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉയർന്ന വേഗതയിലും വലിയ അളവിലും ഡാറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇത്രയും അധികം നമ്മളിന്ന് ഉപയോഗിച്ചു വരുന്നത്. പണ്ടൊക്കെ ചെമ്പ് വയറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ചെമ്പ് വയറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വളരെ വലുതാണ്. ഈ വളരെ വലുതായത് കൊണ്ട് തന്നെ കൂടുതൽ ഡാറ്റ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാനും പറ്റുന്നുണ്ട്. ഈ വലുതായത് കൊണ്ടും അങ്ങനെ ഭാരമൊന്നുമില്ല. ഭാരമൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ നോക്കാം. മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. Essential in non-invasive surgical procedures like endoscopy. എൻഡോസ്കോപ്പി ശസ്ത്രക്രിയാ രീതിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഒപ്റ്റിക്കൽ ആശയവിനിമയം എന്ന് പറയുന്നത്. ഈ ശസ്ത്രക്രിയ കൂടാതെ തന്നെ ഈ എൻഡോസ്കോപ്പി ശരീരത്തിനുള്ളിൽ നോക്കുന്നുമുണ്ട്. ആ ചിത്രത്തിൽ കണ്ടില്ലേ, അതാണ് എൻഡോസ്കോപ്പിയും. പിന്നെ നമ്മളെ സ്റ്റൊമക്കിൽ എന്തൊക്കെയാണ് പ്രശ്നം, പിന്നെ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എല്ലാം ആ ചിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രകാശം, അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു മുറിവുകളുടെ എണ്ണവും വലുപ്പവും ഈ ഒരു മെത്തേഡ് വഴി കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമതായി നമുക്ക് ബയോമെഡിക്കൽ റിസർച്ചിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. മൈക്രോസ്കോപ്പിലും ബയോമെഡിക്കൽ ഗവേഷണത്തിലും ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് വരുന്നുണ്ട്. അടുത്തത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. വൈഡ്ലി യൂസ്ഡ് ഇൻ ലൈറ്റിനിങ് ബോത്ത് ദ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് വെഹിക്കിൾസ്. അതായത് ഈ വാഹനങ്ങളുടെ അകത്തും പുറത്തുമായിട്ട് പ്രകാശം പരത്താൻ വേണ്ടിയിട്ട് ഇവ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. സ്പേസ് സേവിങ് ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ ലൈറ്റിനിങ്. അതായത് സ്ഥലം സംരക്ഷിക്കാനും പിന്നെ മികച്ച വെളിച്ചം നൽകാനുമുള്ള ഈ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് നമ്മൾ വെഹിക്കിൾസിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ എല്ലാ ദിവസവും കൂടുതൽ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്ക് വാഹനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് വിവിധ ഭാഗങ്ങൾക്കിടയിൽ പ്രകാശവേഗതയിൽ സിഗ്നലുകൾ കൈമാറാനും വേണ്ടി കഴിയുന്നുണ്ട്. ഈ സിഗ്നലുകൾ വളരെ വേഗത്തിൽ തന്നെ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എയർ ബാഗ്സും ട്രാക്ഷൻ കൺട്രോളും വളരെ വേഗത്തിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് ഒക്കെ പറ്റിയാൽ തന്നെ വേഗത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടെലഫോണാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് പോയിൻറ്റ്സ് നോക്കാം. എനേബിൾ ഫാസ്റ്റ്, ക്ലിയർ ആൻഡ് ലാർജ് ഫ്രീ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് കോൾസ്. അതായത് ഈ രാജ്യത്തിൽ പുറത്തും പിന്നെ രാജ്യത്തിനകത്തുമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർ ടെലിഫോൺ കോളുകൾ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലിയറായിട്ടും ഫാസ്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡും ക്ലാരിറ്റിയും ഒക്കെ കൂട്ടാനും ഇവ സഹായിച്ചിട്ടുണ്ട്. ഏഴാമതായി വരുന്നത് ലൈറ്റനിങ് ആൻഡ് ഡെക്കറേഷൻസ് ആണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ അലങ്കാര വിളക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു മേഖലയിലൊക്കെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കേബിൾ ലൈറ്റിനിങ് പ്രൊജക്റ്റുകൾക്ക്
നല്ലൊരു സാമ്പത്തികവും ആകർഷകവുമായ പരിഹാരം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നൽകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായി മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻസ് ആണ്.